എല്ലാവർക്കും നമസ്തേ. 17/7/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത്. ഇടവം, മിഥുനം, തുലാം, കുംഭം രാശിക്കാർക്ക് ശുഭകരവും കന്നി രാശിക്ക് മധ്യമവും, മേഢം, ധനു രാശിക്കാർക്ക് ദോഷവും, കർക്കിടകം, ചിങ്ങം, വൃശ്ചികം, മകരം, മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ഉള്ള സമയമാണ്. ഇന്ന് കുറച്ച് കൂറുകാർക്ക് കഠിന ദോഷം കൂടുതലുള്ള സമയമാണ്. ഇനി ഏറ്റവും നല്ല ഫലം തരുന്ന നാളുകളും ഏറ്റവും ദോഷം തരുന്ന നാളുകളും ഒരു 3 നാളുകളെ പറയുന്നുണ്ട്. അത് ഈ വീഡിയോയ്ക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പറയുന്നതായിരിക്കും. അതുകൊണ്ട് വീഡിയോ അത് കേൾക്കണം എന്നുള്ളവർ സ്ഥിരമായിട്ട് അത് മുഴുവനും വീഡിയോ കേൾക്കാനായിട്ട് ശ്രദ്ധിക്കുക. 3 നാളുകൾ നല്ല ഫലം തരുന്ന 3 നാളുകൾ, അത് ഈ ദോഷമുള്ള കൂറിൽപ്പെടുന്ന ഒക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു നാളുണ്ട്. അതേപോലെ തന്നെ ശുഭം തരുന്ന നാളുകളിൽ ഈ ഗുണകരമായി പറയുന്ന രാശിയിൽപ്പെടുന്ന ചില നാളുകൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് ആ നാളിൻ്റെ മാത്രം പ്രത്യേകത കൊണ്ട് വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ആ നാൾ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാൻ വീഡിയോ മുഴുവൻ കാണുക, ഇടയ്ക്ക് പറയുന്നതായിരിക്കും. ഇനി ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അനുജത്തി മരിച്ചാൽ ചേച്ചിക്ക് ബലിയിടാമോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം തീർച്ചയായും ബലിയിടാം എന്ന് തന്നെയാണ്. മക്കൾ മരിച്ചാലും മാതാപിതാക്കൾക്ക് പോലും ബലിയിടാനുള്ള വിധിയുണ്ട്. അടുത്ത മാസം കർക്കിടകം ആരംഭിക്കുകയല്ലേ. രാമായണം വളരെ ശ്രദ്ധയോട് വായിച്ചു നോക്കൂ. മക്കൾ മരിച്ചാൽ അതിൻ്റെ പിതൃകർമ്മങ്ങൾ ചെയ്യുന്നത് മാതാപിതാക്കളാണ്. അങ്ങനെ ചെയ്യുന്ന ഭാഗം രാമായണത്തിൽ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മക്കൾ മരിച്ചാൽ മാതാപിതാക്കൾക്ക് പോലും ബലിയിടാമെങ്കിൽ പിന്നെ അനിയത്തി മരിച്ചാൽ ചേച്ചിക്ക് ബലിയിടുന്നതിന് എന്താണ് തടസ്സം? ഒന്നുമില്ല. പക്ഷേ ഇവിടെ സത്യത്തിൽ ബലിയിടാം, യാതൊരുവിധ തടസ്സങ്ങളും അതിനില്ല. മനസ്സ് അതിനനുകൂലമാണെങ്കിൽ 100% ബലിയിടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സാധാരണയായി അങ്ങനെ നാട്ടിലിടാത്തതിൻ്റെ ഒരു കാരണം, നമ്മൾ മൂത്ത ആളുകൾ ആരും വിചാരിക്കില്ലല്ലോ ഞാനിരിക്കുമ്പോൾ എൻ്റെ താഴെയുള്ളവർ മരിച്ചു പോകണമെന്ന്. അപ്പോൾ മൂത്ത ആളുകളുടെ കർമ്മം ചെയ്യേണ്ടവർക്ക് വേണ്ടി, എൻ്റെ കർമ്മം ചെയ്യേണ്ടവർക്ക് വേണ്ടി ഞാൻ കർമ്മം ചെയ്യുന്നു എന്നത് മാനസികമായി കൂടുതൽ പ്രയാസമുണ്ടാക്കുന്നതാണെന്നുള്ളത് കൊണ്ട് പ്രായമായവർ, മരിച്ചു പോയവരെക്കാൾ കൂടുതൽ പ്രായമുള്ളവർ ആ കർമ്മങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാറുണ്ട്. കാരണം പ്രായം കുറഞ്ഞവരാണല്ലോ മൂത്തയാളുടെ കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ശരിക്കും അങ്ങനെയാണല്ലോ. മൂത്തവരാണല്ലോ ഇവിടുന്ന് യാത്ര പറഞ്ഞ് പോകേണ്ടത്. പക്ഷേ നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരുടെ കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വികാരം കൂടുതലായിരിക്കും എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അത് ചെയ്യാതെ മാറി നിൽക്കുകയും ആ മരിച്ച വ്യക്തിയേക്കാൾ പ്രായം കുറഞ്ഞവരുണ്ടെങ്കിൽ അവർ ആ കർമ്മം നടത്തുകയുമാണ് ചെയ്യുക. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ മാനസിക വ്യാപാരം കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ച് മാത്രമാണ്. ബലിയിടുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. നമ്മുടെ രാമായണമൊക്കെ വായിക്കുമ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ ഈ വ്യാഴാഴ്ച തുടങ്ങുമല്ലോ, നമ്മളിപ്പോൾ ഈ ഫലം കേൾക്കുന്ന ദിവസം തുടങ്ങുമല്ലോ. അപ്പോൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മൾ ഈ രാമായണം വായിക്കുന്നത്, രാമായണം വായിച്ചതിന് ശേഷം രാമൻ്റെ ആരാണ് സീത എന്ന് ചോദിച്ചാൽ അമ്മയാണ്, പെങ്ങളാണ് എന്നൊക്കെ പറയുന്ന സ്ഥിതിയിലേക്ക് പോകുന്ന രീതിയിൽ രാമായണം വായിക്കരുത്. നിങ്ങളൊരു 10 പേജ് കർക്കിടക മാസത്തിൽ വായിച്ചോളൂ എന്ന് വിചാരിക്കുക. അത് മതി. ഞാൻ മുഴുവനൊന്നും രാമായണം വായിക്കാൻ ആരോടും പറയാറില്ല. ആ 10 പേജെങ്കിലും ഭംഗിയായി മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുക. അങ്ങനെ അർത്ഥം മനസ്സിലാക്കി ആ രാമായണം വായിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. വെറുതെ ഇങ്ങനെ രാമായണം വായിച്ചു തീർക്കുക എന്ന രീതിയിൽ വായിക്കുന്നതിനേക്കാൾ നല്ലത്
അർത്ഥം മനസ്സിലാക്കി വായിക്കുന്നത് തന്നെയാണ്. ഇനി കർക്കിടക മാസത്തിൽ തീർക്കാൻ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കുക, ഒരു വിഷമവും വേണ്ട. ചിങ്ങമാസത്തിലും വായിച്ചോളൂ, അതിൻ്റെ തുടർന്ന് തീരുന്നത് വരെ വായിച്ചോളൂ. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടതാണ് രാമായണമൊക്കെ. അല്ലാണ്ട് കർക്കിടക മാസത്തിൽ മാത്രം പാരായണം ചെയ്യേണ്ടതല്ല അത്. അപ്പോൾ കർക്കിടക മാസം എല്ലാവരും രാമായണ മാസം ആചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ആചരിക്കുക. അത് വായിച്ച് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടിയുള്ളതായിട്ട് ആചരിക്കാതിരിക്കുക. വളരെ ഭംഗിയായി അതൊന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാസക്കാലമാക്കി അത് മാറ്റുക. പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല, ഒരു ചടങ്ങ് പോലെ അങ്ങോട്ട് തീർക്കുകയാണ്. ആ ചടങ്ങ് പ്രയോജനം ചെയ്യില്ല. കാരണം നമ്മൾ രാമായണമൊക്കെ വായിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആന്തരികമായ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിനും അടുത്ത ഒരു വർഷത്തേക്ക് നമുക്ക് നവമായ ഒരു ഊർജത്തെ ലഭിക്കുന്നതിനും ആ ലഭിക്കുന്ന ഊർജത്തിലൂടെ കാര്യങ്ങളെ ഭംഗിയായി ഗ്രഹിച്ച് നല്ല മാർഗത്തിലൂടെ ചരിക്കുന്നതിനും വേണ്ടിയാണ് ഈ രാമായണമൊക്കെ. അപ്പോൾ അത് അർത്ഥമറിയാതെ വായിച്ചാൽ ഈ ഉദ്ദേശം നടക്കൂ. അതുകൊണ്ട് അർത്ഥമറിഞ്ഞ് വായിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇന്നിപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഇത് 17-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. 1-ാം തീയതി കർക്കിടകം 1-ാം തീയതി ആകും. അപ്പോൾ അന്ന് മുതൽ വായിക്കാൻ തുടങ്ങുക. മറ്റ് കർക്കിടക മാസ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീടൊക്കെ വൃത്തിയാക്കുക. അത് എല്ലാ മാസവും ചെയ്യണമല്ലോ. 1-ാം തീയതിക്കുമ്പോൾ എല്ലാവരും വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി തൂത്ത് വായിക്കും. അങ്ങനെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അർത്ഥമറിഞ്ഞ് മനസ്സിലാക്കി വായിക്കുക. അല്ലെങ്കിൽ ഈ മറ്റുള്ളവർ ചോദിക്കുമ്പോഴേ പലപ്പോഴും ഉത്തരം മുട്ടുന്നത് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ വായിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് ഭംഗിയായി മനസ്സിലാക്കി വായിക്കുക. അപ്പോൾ ഉത്തരം മുട്ടില്ല, ഒരിടത്തും ഉത്തരം മുട്ടില്ല. ഏത് ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ പാകത്തിനാകും. അങ്ങനെ വായിക്കണം. അങ്ങനെ വായിക്കും എന്ന പ്രതീക്ഷയോടെ നമുക്ക് വിശദമായ നക്ഷത്രഫലത്തിലേക്ക് വരാം. അപ്പോൾ നക്ഷത്രഫലങ്ങൾ ഇടയ്ക്ക് നക്ഷത്രങ്ങൾ ഇടയ്ക്ക് പറയുന്നതായിരിക്കും. ശുഭകരവും ദോഷകരവുമായ നല്ല നക്ഷത്രം ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതായിരിക്കും, കേൾക്കുക. മേടക്കൂറുകാരുടെ ഫലം: അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടക്കൂറ്. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. ഇനി കുറച്ചു കാലത്തേക്ക് ആരോഗ്യ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ശനി 12-ൽ സഞ്ചരിക്കുന്നു, കേതു 5-ൽ സഞ്ചരിക്കുന്നു, 3-ൽ വ്യാഴം സഞ്ചരിക്കുന്നു. ഇതൊന്നും തന്നെ അത്ര അനുകൂലമായ ഗ്രഹചാരങ്ങളല്ല. അതുകൊണ്ടത് ശ്രദ്ധിക്കണം. പൊതുവെ ദോഷകരമായ ദിവസവുമാണ് ഇത്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങളിൽ വലിയ ഒരു ശ്രദ്ധ ആവശ്യമാണ്. ഒരു ആത്മവിശ്വാസക്കുറവൊക്കെ പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമാണ്. അതേപോലെ എല്ലാ കാര്യത്തിനും ഒരു സംശയമായിരിക്കും. അലസത, വിളർച്ച, ദഹനക്കുറവ്, പിത്തസംബന്ധമായ അസുഖങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് മേടൻ രാശിക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രതിരോധ ശക്തി വളരെ കുറയുന്ന ഒരു ദിവസമായിരിക്കും. മനസ്സ്, ബുദ്ധിയൊന്നും അങ്ങനെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരും അനുകൂലമുള്ളവരല്ല. ഉറച്ച ഒരു അഭിപ്രായമെടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് മേടക്കൂറുകാർക്ക് പറ്റില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥതകൾ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. ഗർഭാവസ്ഥയിലുള്ളവരും ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. അതേപോലെ മറ്റുള്ളവരുമായിട്ടൊക്കെ കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ മേന്മ ഉണ്ടാക്കിയെടുക്കാനായിട്ട് മേടക്കൂറുകാർക്ക് കഴിയും. ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ചില അംഗീകാരങ്ങളൊക്കെ നഷ്ടപ്പെടുന്ന ഒരു ദിവസമാണ്. മക്കളുമായിട്ടും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും പൊതുവെ. അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ മനസ്സിന് പ്രയാസകരമായ അവസ്ഥ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം. ഇനി ഇടവം.
കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവക്കൂറുകാർക്ക് പൊതുവെ ശുഭകരമായ ദിവസമാണ്. എങ്കിലും അവരുടെ കർമ്മ മേഖലയിൽ, തൊഴിൽ മേഖലയിലൊക്കെ രാഹു സഞ്ചരിക്കുകയാണ് 10ാം ഭാവത്തിൽ. അപ്പോൾ ചില തടസ്സങ്ങളും പ്രയാസങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും. എങ്കിലും ഈ ദിവസം പൊതുവെ ഇടവക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും ഒക്കെ ഉണ്ടാകും. മനസ്സ് ബുദ്ധി ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള കഴിവ് ഉണ്ടാകുകയും ചെയ്യും. ആരോഗ്യ കാര്യങ്ങൾ, അസുഖമായിട്ടൊക്കെ ഉള്ളവർക്ക് അസുഖത്തിന് ഒരാശ്വാസം കുറച്ചൊക്കെ കിട്ടുന്ന ദിവസമാണിത്. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. ബന്ധുക്കളും ശത്രുക്കളായി തീരാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്കുള്ള ദിവസമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധയോടെ, വളരെ കരുതലോടെ ഉപയോഗിക്കാനായിട്ട് ഇടവൻ രാശിക്കാർ ശ്രദ്ധിക്കണം. കടബാധ്യത വരാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉള്ള ദിവസമാണ്. എങ്കിലും ആവശ്യമില്ലാതെ കടം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു സ്ഥിതി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അതേപോലെ വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാകും. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. അതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാവും. തൊഴിൽ രംഗത്തെ നേട്ടങ്ങളുണ്ടാവും. മേലുദ്യോഗസ്ഥരും തൊഴിലാളികളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. എന്നാൽ ആദ്യം പറഞ്ഞ പോലെ 10ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ദോഷങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളിൽ ചെന്ന് ചാടുവാനും ഇടവൻ രാശിക്കാർക്ക് ഇടേണ്ടാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ രാഹു കേതുക്കളൊക്കെ അനുകൂലമല്ലെങ്കിൽ ഇതിൽ ചെന്ന് ചാടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹം ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. എങ്കിലും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായതുകൊണ്ട് സ്വസ്ഥതയും സമാധാനം കുടുംബത്തിലുണ്ടാവും. സ്വയം അത് ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ദോഷമുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചാൽ മതി. മിഥുനം. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശി. മിഥുനം രാശിക്കും ഇന്ന് ശുഭകരമായ ദിവസമാണ്. എന്നാൽ ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നു, കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു, കണ്ടകശനി കാലഘട്ടമാണ്. രാഹു ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു, ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ, ദൈവാധീനക്കുറവൊക്കെ ഉള്ള അതൊക്കെ ഉണ്ടാകാനുള്ള കാലഘട്ടമാണ് മിഥുനം രാശിക്കാർക്കെങ്കിലും ഈ ദിവസം പൊതുവെ അവർക്ക് അനുകൂലമായിരിക്കും. എങ്കിലും അവർ ആരോഗ്യ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് അവർക്കുണ്ടാവും, അലസത ഉണ്ടാവും, വിളർച്ച, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന ഒരു സമയമാണ്. കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടെയാണ് മിഥുനക്കൂറുകാർക്ക്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. നല്ല സുഹൃബന്ധങ്ങളെ സൃഷ്ടിക്കുവാനും കഴിയും. അപ്പോൾ പഴയ ശത്രുതയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾ അവരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച ശത്രുതയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ട കാര്യങ്ങൾ മിഥുനക്കൂറുകാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമാണ്. വാക്കുകൾ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ്. എന്നാൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും
ജീവിത പങ്കാളി അനുകൂലമാണ്. കുടുംബത്തിലൊരു സമാധാനം ചെറുതായിട്ടൊക്കെ അതുകൊണ്ട് കിട്ടും. കഫരോഗങ്ങളെ ഒന്ന് കരുതുന്നത് നന്നായിരിക്കും, കരുതിയിരിക്കണം. കഫരോഗങ്ങളുള്ളവർ, വായുകോപമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ധനപരമായ ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിലാളികളിൽ നിന്ന് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമല്ല. അതുകൊണ്ടത് ശ്രദ്ധിച്ച് തൊഴിൽ മേഖലയെ കാണണം. കർക്കിടകൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. വ്യാഴം 12-ലാണ്, ദൈവാധീനമില്ലാത്ത ഒരു കാലഘട്ടമാണ്. 8-ൽ രാഹുവാണ്, പലവിധ അസുഖങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. 9-ൽ ശനി, ഭാഗ്യക്കുറവ്. 2-ലെ കേതു, ധനനഷ്ടം. ഇതൊക്കെ ഉണ്ടാകുന്ന കാലഘട്ടത്തിലൂടെയാണ് കർക്കിടകൂറുകാർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ ദിവസം കഠിന ദോഷം കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് കർക്കിടകൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി നാമം ജപിക്കുക, ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യേണ്ടതാണ് കർക്കിടകൂറുകാർ. പ്രത്യേകിച്ച് കർക്കിടകം എന്ന് പറഞ്ഞാൽ പുണർദം അവസാന കാൽഭാഗം, പൂയം, ഐലം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം അനുകൂലമല്ല. ഒരു കാര്യത്തിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, ഒന്നിനോടും ഒരു വിശ്വാസം ഉണ്ടാവില്ല, ആരോടും ഒരു വിശ്വാസം ഉണ്ടാവില്ല ഈ ദിവസം. ഉഷ്ണരോഗങ്ങൾ, പ്രതിരോധ ശക്തി കുറവ്, ആസ്മ, മാനസികമായ അസ്വസ്ഥതയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ഉദരരോഗങ്ങളൊക്കെ ഉണ്ടാവും. ഗർഭാവസ്ഥയിലുള്ളവരും ഗർഭാശയ രോഗങ്ങളുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമല്ല കർക്കിടകൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായി ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും. അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ നിയന്ത്രിച്ച് ഉപയോഗിക്കുക. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഇടപെടാതിരിക്കാനായിട്ട് കർക്കിടകൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകോപത്തെ നിയന്ത്രിക്കുക. കടബാധ്യത വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും. പൊതുവേ ദൈവാധീനക്കുറവുള്ള സമയമാണ്. കേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് അതിനൊക്കെ. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവാം. തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല. സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും അത്ര അനുകൂലമായിരിക്കില്ല. വളരെ ശ്രദ്ധയോടെ ഈ ദിവസത്തെ കാണണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അനുചിതമായ സുഹൃബന്ധങ്ങൾ ഉണ്ടാക്കുകയോ ഉള്ള സുഹൃബന്ധങ്ങൾ അനുചിതമായ രീതിയിലേക്ക് മാറാതിരിക്കാനുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇനി ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് കഠിന ദോഷം തന്നെയാണ്. കഠിന ദോഷമുള്ള ദിവസമാണ്. 8-ൽ ശനിയാണ്, അപകടങ്ങളൊക്കെ ഉണ്ടാകേണ്ട കാലഘട്ടങ്ങളാണ്. അതേപോലെ ജന്മകേതുവാണ്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഈ ദിവസം കൂടെ അനുകൂലമല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വളരെ ശ്രദ്ധയാണ് വേണ്ടത്. ചിങ്ങൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായ സമയമല്ല. എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ ഉള്ളൊരു സമയമാണ്. അതിൻ്റെ ഒരു നേട്ടം ഉണ്ടാകും എന്നൊഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും പ്രശ്നമാണ്. ആത്മവിശ്വാസമില്ലായ്മ, അലസത, ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയാതെ വരിക. ഭക്ഷണമൊക്കെ വളരെ നിയന്ത്രിച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്പം വെള്ളം കൂടുതൽ കുടിക്കുന്ന ഈ ദിവസം നല്ലതാണ്. ദഹനക്കുറവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അലസത മൂലമുള്ള പ്രശ്നങ്ങൾ, അതേപോലെ മനസ്സ്, ബുദ്ധി, ഇതൊന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ കഴിയില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന സമയമാണ്. കടബാധ്യത വർദ്ധിക്കുന്ന സമയമാണ്. അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹനമൊക്കെ അമിതമായ വേഗതയിലൊന്നും ഓടിക്കുക. വാഹനം മാത്രമല്ല, അപകടകരമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തൊഴിലൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധ, കരുതൽ ആവശ്യമുള്ള ഒരു സമയമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. വാക്കുകളും ഒന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച്
മറ്റുള്ളവരുമായി കലഹവും ഒന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. അവരുടെയൊക്കെ വാക്കുകൾ കേട്ട് എന്തെങ്കിലും എടുത്ത് ചാടി പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ സ്വന്തം ബുദ്ധിയിലൂടെ ആലോചിച്ച് തീരുമാനമെടുക്കാവൂ. ഇവരൊക്കെ പറയുന്നത് കേൾക്കാം, അതൊക്കെ മനസ്സിലാക്കാം, വേണ്ടതാണോ എന്ന് ചിന്തിച്ച് തീരുമാനമെടുത്ത് പ്രവർത്തിക്കണം. അല്ലെങ്കിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ധനപരമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. മക്കളൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. നിവൃത്തി സ്ഥാനത്ത് സർപ്പം സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്, രാഹു സഞ്ചരിക്കുന്ന കാലഘട്ടം കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു തടസ്സമൊക്കെ വരും. അതുണ്ടായി എന്നുള്ളതുകൊണ്ട് മനസ്സ് വിഷമിക്കേണ്ട. ആ തടസ്സങ്ങളൊക്കെ നന്നായിട്ട് ഈശ്വരാരാധന നടത്തി മുന്നോട്ട് പോയാൽ അതൊക്കെ ഒരു പരിധി വരെ ഈ ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ ഈ സമയത്ത് ചിങ്ങക്കൂറുകാർക്ക് കഴിയുള്ളൂ. ജാതകം കൂടെ അനുകൂലം അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനം ഉണ്ടാകുമെന്ന നല്ല സമയവും നല്ല ഒരു സന്ദേശമുണ്ട്. അതുകൊണ്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാൻ അവർ ശ്രമിക്കുക. കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രാണ്. ഈ കന്നിക്കൂറുകാരെ പറയുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ ദിവസം കാര്യം ദോഷകരമൊക്കെ വരാം എങ്കിൽ പോലും ശുഭകരമാകുന്ന 2 നക്ഷത്രങ്ങളാണ് തിരുവോണവും ഉത്രട്ടാതിയും. തിരുവോണ നക്ഷത്രത്തിനും ഉത്രട്ടാതി നക്ഷത്രത്തിനും കാര്യം കൂറിനൊക്കെ ദോഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുവെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 നാളുകാർക്ക് പൊതുവെ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഈ ദിവസം അവർക്ക് ശുഭകരമായിരിക്കും. ഇനി ദോഷകരമായ ഒരു 3 നക്ഷത്രം കൂടെ ഉണ്ട്. അത് ഞാൻ ഇടയ്ക്ക് പറയാം. കന്നി. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് സന്തോഷിക്കാമെന്നർത്ഥം തിരുവോണം ഉത്രട്ടാതി. പക്ഷെ അവരുടെ കൂറുകൾ നോക്കണം നിങ്ങൾ. കന്നിക്കൂറ്. ഇനി നമുക്ക് കന്നിക്കൂറിൻ്റെ ഫലം. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്ര ആദ്യ പകുതി ഭാഗം. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. 7-ൽ ശനി സഞ്ചരിക്കുന്നു, 10-ൽ വ്യാഴം, 12-ൽ കേതു. ഇതൊക്കെ ഉള്ള ഒരു സമയമാണ് കന്നിക്കൂറുകാർക്ക്. അപ്പോൾ തൊഴിൽ മേഖലയിൽ ചെറിയ തടസ്സങ്ങളുണ്ടാകും. എല്ലാ കാര്യങ്ങൾക്കും തടസ്സം വരും. അല്പം അമിതമായ ചിലവൊക്കെ വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് കന്നിക്കൂറുകാർ. എങ്കിലും ഈ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. പൊതുവേ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. ആരോഗ്യ കാര്യത്തിലൊക്കെ അവർക്ക് മേന്മയുള്ള ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. എന്നാൽ മാതൃസ്ഥാനീയർ അല്പം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരത ഇല്ലാത്ത ഒരു ദിവസമായിരിക്കും ഇത്. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. മുൻകോപം ഒന്നും നിയന്ത്രിക്കുമെങ്കിലും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും അതിലൂടെ പരിഹരിക്കാനും കഴിയും. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. എന്നാൽ മക്കൾ അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ളൊരു സാധ്യത ഈ ദിവസം ഉണ്ട്. ഇനി തുലാം രാശിക്കാർക്ക് ശുഭകരമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ഇവർക്ക് അല്പം പൂർവ്വപുണ്യ സുഹൃതം കുറയുന്ന ദിവസമാണ്, കാലഘട്ടമാണ്. ദിവസം നല്ല കാലഘട്ടമാണ്. അതൊഴികെ ബാക്കി കാര്യങ്ങളൊക്കെ പൊതുവേ ഇവർക്ക് വലിയ ദോഷമില്ലാതെ മുന്നോട്ട് പോകും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആരോഗ്യകാര്യത്തിലൊക്കെ മേന്മയുള്ള ദിവസമാണ്. സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ ഇവർക്ക് ഈ ദിവസം കിട്ടും. അതിനുള്ള പ്രവർത്തികൾ ഈ ദിവസം ചെയ്യാൻ കഴിയും. അലസതയൊന്നുമില്ലാതെ തൻ്റെ കർമ്മമണ്ഡലങ്ങളിലേക്ക് നീങ്ങാനായിട്ട് കഴിയും. ആരോഗ്യകാര്യത്തിലും കുറച്ച് മേന്മയൊക്കെ ഉള്ള സമയമാണ്. ഇനി ആരോഗ്യമൊന്നും വലിയ പ്രശ്നങ്ങളില്ലാതെ കുറച്ച് കാലത്തേക്ക് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്.
ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധിവരെ കുറയുന്ന സമയമാണ്. എന്തെങ്കിലും ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും മറ്റുള്ളവരുമായിട്ട് സംസാരിച്ച് ഒരു മിത്രത വരാനും പറ്റിയ അനുകൂലമായ സമയമാണ്. അത് ചെയ്യണം. അതേപോലെ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി വരെ അനുകൂലമാണ്. മക്കളും ജീവിത പങ്കാളിയും അനുകൂലമാണ്. കുടുംബത്തിലൊരു സ്വസ്ഥയും സമാധാനമൊക്കെ ഉണ്ടാവും. ധനപരമായ നേട്ടങ്ങൾ, വാഹന സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ ഭാഗത്ത് അനുകൂലമാണ്. പുതിയ തൊഴിലവസരങ്ങൾ കിട്ടുകയോ അല്ലെങ്കിൽ സ്വന്തം നടത്തുന്ന സ്ഥാപനത്തിൽ പുതിയ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ശ്രദ്ധിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്ത് പുതിയ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ജാതകം കൂടെ പരിശോധിച്ച് അനുകൂലമാണെങ്കിൽ അത് ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടെയാണിത്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വൃശ്ചികക്കൂറ് ഒട്ടും അനുകൂലമല്ല. എങ്കിലും അവർക്ക് മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ്. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. പക്ഷേ അവർക്ക് 4 രാഹു, 5 ശനി, 8 വ്യാഴം, 10 കേതു ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പൊതുവെ അത്ര മേന്മയുള്ള ഒരു കാലഘട്ടത്തിലൂടെ അല്ല അവർ പോകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ദൈവാധീനം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. നാമജപമൊക്കെ വേണ്ട കാലഘട്ടമാണ്. ആത്മവിശ്വാസക്കുറവ് എല്ലാത്തിലും ഉണ്ടാവും. സംശയം, അലസത ഒക്കെ കൊണ്ട് പലതും മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. എന്നാൽ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹം പ്രതീക്ഷിക്കണം. വാക്കുകളെ വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും കൂടി ഉപയോഗിക്കാനായിട്ട് വൃശ്ചികക്കൂറുകാർ ശ്രമിക്കണം. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അനുകൂലമല്ലാത്തതുകൊണ്ട് കുടുംബത്തിലും ഒരു സ്വസ്ഥത കുറവ് അനുഭവപ്പെടും. കഫരോഗങ്ങൾ, വായുരോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങളൊന്നും അനുകൂലമല്ല. അതേപോലെ അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അപകടം ഉണ്ടാകാതിരിക്കാനുള്ള വളരെ ശ്രദ്ധ വൃശ്ചികക്കൂറുകാർ കുറേ കാലത്തേക്ക് കൊണ്ടു നടക്കേണ്ട കാലഘട്ടമാണിത്. ഈ ദിവസം പ്രത്യേകിച്ചും അത് വേണം. അനുചിതമായ സുഹൃബന്ധങ്ങളെ ഉണ്ടാക്കരുത്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തന്നെ അത് അനുചിതമായ സുഹൃബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാനും ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ പ്രത്യേകം വൃശ്ചികക്കൂറുകാർ ഈ ദിവസം ശ്രദ്ധിക്കണം. ധനു മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം ധനുക്കൂറുകാർക്ക് ദോഷകരമായ ദിവസമാണ്. 4 ശനിയാണ്, 9 കേതുവാണ്. ഭാഗ്യക്കുറവ്, കുടുംബത്തിലൊരു സ്വസ്ഥയില്ലായ്മയൊക്കെ അനുഭവിക്കുന്ന കാലഘട്ടത്തിലൂടെ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ദോഷകരമായ ഒരു ദിവസവുമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. എങ്കിലും ചെറിയ ദൈവാധീനമൊക്കെ അവർക്കുള്ള ഒരു ദിവസം കൂടെയാണ്. പൊതുവെ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സ് പൊതുവെ കുറഞ്ഞ ദിവസമാണ്. മനസ്സും ബുദ്ധിയും ഒന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒന്നിനോടൊരു അഭിപ്രായം ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത, ഗർഭാശയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാവും. പരമാവധി മറ്റുള്ളവരുമായിട്ട് കൂടുതൽ സംസാരിക്കാതിരിക്കാനായിട്ട് ധനുക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയരുത്. പ്രത്യേകിച്ച് ധനപരമായ കാര്യങ്ങളിൽ മക്കളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും അവരിൽ നിന്ന് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാവും. ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ്. സഹപ്രവർത്തകരും തൊഴിലാളികളുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. മകരക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. വളരെ ശ്രദ്ധിക്കണം. തിരുവോണം, ഉത്രാടം അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. 6 വ്യാഴം സഞ്ചരിക്കുന്ന കാലമാണ്. 8 കേതുവാണ്. 2 രാഹുവാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ഒരു കാലഘട്ടമാണ്.
മകരക്കൂറുകാർക്ക് അനുകൂലമല്ല. ആ സമയത്ത് ഇത് കഠിന ദോഷവുമുള്ള ദിവസമാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. ഇനി കുറച്ച് കാലത്തേക്ക് ആരോഗ്യകാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കാൻ മകരക്കൂറുകാർ കഴിയണം. എല്ലാ കാര്യത്തിലും ഒരു അലസതയും സംശയവും വേണ്ടതുപോലെ ചെയ്യാൻ തോന്നാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. മനസ്സും ബുദ്ധിയൊന്നും ഈ ദിവസം അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിലും അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. ആസ്മ, മാനസികമായ അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഗർഭാവസ്ഥയിലുള്ളവർ, ഗർഭാശയ രോഗങ്ങളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. മാനസിക അസ്വസ്ഥതയുള്ളവർ വളരെയധികം ശ്രദ്ധ ചെലുത്തണം തൻ്റെ ജീവിതചര്യയിൽ. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായിട്ടുള്ള കലഹമുണ്ടാകാനുള്ളൊരു സാധ്യതയുള്ളതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ നിർത്തുന്നത് നന്നായിരിക്കും. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. മക്കളും അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും തൊഴിലാളികളും മറ്റുള്ളവരൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. അനുചിതമായ സുഹൃബന്ധങ്ങളെയും സൃഷ്ടിക്കരുത്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൊരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഈ ദിവസം ശുഭകരമാണ്. ജന്മത്തിൽ രാഹുവും 2-ൽ ശനിയും 7-ൽ കേതുവും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സവും ധനപരമായ നഷ്ടവും ആരോഗ്യ പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന കാലഘട്ടമാണ് കുംഭക്കൂറുകാർക്ക്. അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ്. എങ്കിലും ഈ ദിവസം കുംഭക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആരോഗ്യകാര്യത്തിൽ കുറച്ച് മേന്മയൊക്കെ അനുഭവപ്പെടും. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ്. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിലരംഗത്ത് ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. സുഹൃത്തുക്കളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാൽ അവർ പൊതുവെ അനുകൂലമായിരിക്കും. നമ്മുടെ കുഴപ്പം കൊണ്ട് അവർ ദോഷകരമായ അവസ്ഥയിലേക്ക് വരരുത് എന്ന് മാത്രം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമായ സമയമല്ല. കഠിന ദോഷമുള്ള സമയമാണ്. 4 വ്യാഴമാണ്. അതേപോലെ 12 രാഹുവാണ്. ജന്മശനിയാണ്. കുടുംബത്തിലൊരു അസ്വസ്ഥതയും ധനപരമായ ചെലവുകളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് മീനക്കൂറുകാർക്ക്. അതോടൊപ്പം കഠിന ദോഷവുമാണ് ഈ ദിവസം എന്നുള്ളത് കൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. പൊതുവെ അലസതയും ഒരു കാര്യവും ചെയ്യാൻ തോന്നാതിരിക്കുകയും വാത പിത്ത രോഗങ്ങളുള്ളവർക്ക് വളരെ ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമല്ല. ഒരു കാര്യത്തിനും ഒരു അഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും. കടബാധ്യത കുറയ്ക്കാനായിട്ട് കഴിയും. എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളുണ്ടാവും. ധനപരമായ നഷ്ടങ്ങളുണ്ടാവും. മക്കളത്ര അനുകൂലമല്ല. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരൊന്നും അനുകൂലമായിരിക്കില്ല. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത് മീനക്കൂറുകാർ. ഇനി ഞാൻ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്ന നക്ഷത്രങ്ങൾ, ചിലപ്പോൾ ഈ നക്ഷത്രങ്ങളുള്ള കൂറുകാർക്ക് ഗുണമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എങ്കിലും ഏറ്റവും കൂടുതൽ ദോഷം വരാൻ സാധ്യതയുള്ള നക്ഷത്രം ആയില്യം, മൂലം, തൃക്കേട്ട. ഈ 3 നക്ഷത്രക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഒരു ആയില്യം, മൂലം, തൃക്കേട്ട നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് വളരെ ദോഷങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് അറിയുമ്പോഴാണല്ലോ നിങ്ങൾക്കത് വരാതിരിക്കാൻ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുള്ളൂ. അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.